നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ക്ലോക്കിൽ നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ടി വി വെച്ചിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ മാത്രം എത്തിയിട്ടു, ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ നമുക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ആദ്യം നമ്മുടെ നോബി മാർക്കോസ് ആൻഡ് ടീം. ചാട്ടം കൊടുക്കാനുണ്ട്. പ്രദർശനത്തിന് നാണം മുഖത്ത് എന്തെങ്കിലും ഇപ്പോഴേ വെല്ലുവിളികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണ്ടോ? അവരോട് വരട്ടെ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? അത് ആരാണ് ഓപ്പോസിറ്റ് ടീം? ആരാണ്? ചൂർനാട്ടിന്നുള്ള അത് ഓപ്പോസിറ്റ് കണക്കായിട്ടില്ല. ഇവരെല്ലാം ഡാൻസ് കളിച്ച് ഞാൻ അനങ്ങില്ല. ഞാൻ ചോദിക്കാൻ പറ്റില്ല, എന്ത് പറ്റി പതിവില്ലാതെ ഇവിടുത്തെ സുധിച്ചേട്ടനെ പോലെ അവിടെ എന്ത് പറ്റി അനങ്ങാതെ നിക്കണേന്ന്? കാരണം എന്ന് വെച്ചാൽ സുന്ദരിമാരായ പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് തുള്ളുമ്പോ നമ്മളിങ്ങനെ ഉണക്കക്കൊള്ളി പോലെ ഇവിടെ എന്ത് കാണിച്ചാലും ആരും കാണുവാൻ പോകുന്നു. കളിച്ചത് വെറുതെ ആണെന്നാണോ? വെറുതെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അളിയ ഉണക്കക്കൊള്ളി എന്ന് പറയും, അപ്പൊ എന്നെ എന്താ പറയണം? ശരി, ഓക്കെ. അവിടെ ഓപ്പോസിറ്റ് ടീമിനോട് എന്തെങ്കിലും വെല്ലുവിളിക്കാനുണ്ടോ? ഞങ്ങളുടെ ശൂരത്വം വാക്കിലൂടെയല്ല, ഞാൻ കാണിച്ചുതരാം. കാണാൻ പോകണല്ലോ. അതാ വരട്ടെ, അവസരം വരുമ്പോഴല്ലേ. നിങ്ങൾ ജയിക്കാന്ന് പറഞ്ഞ ജോസ് പ്രകാശിന്റെ കൊച്ചുമോളെ ഡയറ്റ് ഡ്രസ് ഇട്ടുണ്ട്. ഇത് നിങ്ങളിടാൻ പറ്റോ? ഇപ്പൊ എടുത്താടി. പള്ളി വികാരി എന്തോ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാ. എന്താണ് എല്ലാത്തിനും ഭയങ്കര സ്പീഡായി. കാപ്പി കുടിച്ചപ്പോ ഞാൻ കണ്ടു. കാപ്പി കുടിപ്പോയി മാത്രമല്ല കണ്ടോ, ഇത് ഞങ്ങളുടെ സുന്ദരിയായ ഞങ്ങളുടെ ഒരു സഹോദരിയാണ്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ തലയിലെ പേന് വരെ ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ടാണ് തലയിൽ ഹമ്പ് വരെ ഞങ്ങൾ. അപ്പോ സാധാരണ ഒരു ചെറിയ മത്സരിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? അതിന്റെ പേൻ പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുരുക്കിട്ട് വെച്ചു. എന്റെ തലയില് കുരുക്കി വെക്കാം, അവിടെ മുടി പോലും ഇല്ല കുരുക്കി വെക്കാൻ. അല്ല, ഞങ്ങൾ ഒരു ടീമാണല്ലോ, പിന്നെ നമ്മൾ ഞാൻ ഓർത്ത് അപ്പുറം ഞാൻ ഓർത്തു പോയി. പക്ഷെ ഞങ്ങളുടെ കൂടെ തല പേനില്ല ഇതിനകത്ത് മൂട്ടേ. അടിപിടി ജഗട ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് വേഗം ഇവരെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ആദ്യത്തെ ഗെയിം പറയായിരിക്കുന്നത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗെയിമിന് മുമ്പ് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളെ തുടങ്ങും മുമ്പേ തോക്കാൻ പോണ ഊർജം മൊത്തം പോകുമല്ലോ ഭഗവാനെ. സൗന്ദര്യബോധം കൂടുതലാ. എപ്പോഴും കണ്ണാടി നോക്കാനായിട്ട് കഴുത്തിനകത്താ കണ്ണാടി ഫിറ്റ്. ഇതാകുമ്പോ കണ്ണാടി നോക്കണമെന്ന് പറയുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അല്ല, എനിക്ക് അതല്ല, കോസ്റ്റ്യൂമുകാര് വളരെ ഇതായിട്ട് ഇങ്ങനെ ലക്ഷ്മിയോട് പെരുമാറരുത്. കോസ്റ്റ്യൂം കുറവാന്ന് പറഞ്ഞ് ചവിട്ടി എടുത്ത് സെന്ററിൽ കട്ട് ചെയ്തിട്ട് കഴുത്തകട് ഇട്ട് കൊടുത്തു. ഈ വരുന്ന ആരോ നൈസായിട്ട് ഇങ്ങനെ പറഞ്ഞത്
പാട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഓഡിയൻസിന് പരിശോധിക്കാം. This is called Cape Gown. എല്ലാരും പഠിച്ചോണം കേട്ടോ. അടുത്ത PSC ചോദിക്കുന്ന ചോദ്യം. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് സ്പെഷ്യൽ പെർഫോമൻസ് വേണമെന്നുണ്ടോ ലക്ഷ്മൺ ചേച്ചിയുടെ? പാട്ട് വിത്ത് പെർഫോമൻസ് ആണ്. ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കും. അപ്പളേ കഴിഞ്ഞ എപ്പിസോഡില് ലക്ഷ്മി ചേച്ചി ഒരു പ്രോമിസ് ഒക്കെ തന്നിട്ടും അതുപോലെ തന്നെ ഒരു ചാലഞ്ച് ഒക്കെ ആയിട്ടാണ് പോയത്. തീരെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ നിർബന്ധം. പിന്നെ ഇന്ന് അന്നത്തെ കണക്ക് ഇപ്പോഴും ആവർത്തിക്കുന്ന എന്തിനാ? നമുക്കൊന്ന് നോക്കാം, ഒരു അവസരം തരും. എനിക്കും ഇല്ലേ മോഹങ്ങൾ? ഇത് പരീക്ഷണം നടത്താൻ ഇത് പരീക്ഷണം നടത്താൻ ഇത് ലാഭമല്ല. ഒതുകിനുമില്ലേ ആഗ്രഹം? ഈ പാട്ട് കൊള്ളൂല്ലെങ്കിൽ ലക്ഷ്മി ചേച്ചി ഇപ്പൊ ഒരു സത്യം ചെയ്യണം, ഇനി മേലാൽ ഇത് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും ഞാൻ ഇനി ഒരിക്കലും ഫ്ലോറിൽ പാടിക്കില്ല. ഈശ്വര, ഞങ്ങളെ ടീം ഇന്ന് അന്യം നിന്ന് പോകും. അപ്പൊ ഏത് പാട്ടാ ഞാൻ പറയും? അതൊക്കെ സസ്പെൻസ് ആണ്. പാടി തുടങ്ങുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓർക്കസ്ട്ര ചേട്ടാ ഒരു ആറി പിടിച്ചോളൂ. അയ്യോ 6 7 ഒന്നും വേണ്ട. എനിക്ക് ഇന്നത്തെ ദിവസം ഓർക്കസ്ട്രേ വേണ്ട. ഓർക്കസ്ട്രയിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. ശരി കേക്കാം. പാട്ട് വിത്ത് പെർഫോമൻസ് ആണ്. അയ്യോ കൊല്ലം അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കേ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ഞാൻ 7:30 വന്നേനായിരുന്നല്ലോ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവക വീഥിയിൽ നിന്നിഴൽ പക്ഷി പോൽ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. അരികിൽ വന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളി ദൂരെ കൊണ്ടുവരുത്തുന്നു. നിത്യകാമുകി ചിത്രവിഭഞ്ജികയാകാൻ കൊതിച്ചു. ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. നിത്യകാമുകി ഞാൻ നിൻമടിയിലെ ചിത്രവിഭഞ്ജികയാകാൻ കൊതിച്ചു. തീർന്നു. സന്തോഷം. മഹാമതേ മാപ്പു നൽകൂ ഗുണനിധേ മാലകത്താൻ കനിഞ്ഞാലും ദയാവാരിധേ. ഈ നഖം ഒരെണ്ണം തരണം. കാലിലെ എന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് ലക്ഷ്മിയുടെ നഖം ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു. നന്നായിട്ട് പാടും. ശരിക്കും പറ. ഞങ്ങള് മാപ്പ് നൽകി ലാസ്റ്റ് ഇട്ടെന്നറിയാമോ? ഞങ്ങൾ നിന്നെ കളിയാക്കിയാലും മാപ്പ് തരും. പക്ഷെ ഓർക്കസ്ട്രയുടെ കൂടെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും പാടും. അയ്യോ അത് വേണ്ട. ഞാൻ 2 ചാലഞ്ച് ആയിരുന്നു ഏറ്റെടുത്തിരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തത് ഇപ്പം കഴിഞ്ഞു. അടുത്ത ചാലഞ്ച് ഹസ്ബൻഡിനെ കൊണ്ടുവരാം. അടുത്ത ചാലഞ്ച് ഹസ്ബൻഡിനെ കൊണ്ടുവരും. അടുത്തത് ഓക്കെ. അതിനകത്ത് ഒരു സത്യം മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ തുടക്കം വെച്ചു. എത്ര എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആദ്യം എല്ലാം ഗണപതിക്ക് കൊടുക്കണം, എന്നിട്ട് ഇങ്ങോട്ട് വരുവുള്ളൂ. ശരി, അപ്പൊ ഇതിനും ലക്ഷ്മി ചേച്ചിയുടെ ഈ ഒരു പാട്ടോട് കൂടി തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ എനർജി ഉണ്ട്. അസലായിട്ട് ചേച്ചി പാടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്നേച്ചർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ആരാണ് അയച്ചത്, എവിടെ നിന്നാണ് അയച്ചെന്നൊക്കെ വഴിയെ പറയാം. അപ്പൊ ഇതെല്ലാം
ആ ഗിഫ്റ്റ് ആലോചിച്ചുകൊണ്ട് സിഗ്നേച്ചർ സ്റ്റെപ്പിലേക്ക് വാ. ലക്ഷ്മി ചേച്ചി ക്യാപ്റ്റൻസി ഏറ്റെടുക്കും പ്ലീസ്. ഇടത് കാൽ മുന്നോട്ട് വെച്ച് ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി 3, 4 അങ്ങനെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് തത്തകം പിത്തകം. ആക്ച്വലി ഈ തത്തകം പിത്തകം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൊളോക്കിയൽ ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ തത്തകം പിത്തകം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തത്തയും കൊണ്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ ചാടി പോകുമ്പോൾ നമ്മുടെ പിത്തളകും. അതാണ് തത്തകം പിത്തകം. ശബ്ദമുണ്ടല്ലോ. ശരി, ഇനി എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇവർ ഈ കാലക്കാട്ടി ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ പുഴയോരത്തിൽ എന്ന് പറഞ്ഞിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ പ്രോപ്പർട്ടി. നിങ്ങളുടെ കയ്യിൽ ഒരു തത്തയും തരും. അതായത് അറ്റ് എ ടൈം 2 ടീമും ഒരുമിച്ചായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കാം. അതായത് കുറെ പേര് ഇപ്പുറത്ത് നിന്നിട്ട് ഈ ഒരു ജിംബോൾ ഇവരുടെ മേത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കും. ഒരാള് തത്തയും പിടിച്ചിട്ട് ഈ പാവം തത്തക്കുട്ടിയെ സേഫ് ആക്കിയിട്ട് അതിന്റെ ഷെൽട്ടറിലേക്ക് എത്തിച്ചു കൊടുക്കണം. എങ്ങനെ? നടന്നിട്ടല്ല, അവിടെ നിന്ന് ചാടി 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 അവിടേക്ക് എത്തണം. ഇടി വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീട്ടിൽ പോയിരിക്കാം. ഓക്കെ, ദാറ്റ്സ് എ ഗെയിം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഹെൽമെറ്റും വെച്ച് എല്ലാവരും കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ പെൺകുട്ടികളാ? ചേട്ടന്മാരെന്താ വരാത്ത? ഇത് കുറച്ച് റിസ്കി ഗെയിമാണ്. വാദോ? നിങ്ങൾക്ക് വാദമാണോ? അതെ, കോടതിയില്. സുഹൃത്തെ സ്പൈഡർമാനിൽ അഭിനയിച്ചാണ് ഞങ്ങൾ വലിയ കെട്ടിടങ്ങൾ മേടിന്ന് ഡൈവ് ചെയ്യും. അത് ചെറിയ ചേട്ടാ ഉറപ്പാണോ? കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ഇടണം. ഓക്കെ, ഇത് ഒരു കെട്ടിടമായിട്ട് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ മൈക്കൂടി ചേട്ടാ ഞാൻ വരാന്നല്ലോ ഉദ്ദേശവാ. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ കേട്ടു മനസ്സില്. വരൂ വരൂ വരൂ. അയ്യോ, വിരിച്ചേട്ടനായിരുന്നോ? വിരിച്ചേട്ടനെ വിളിച്ചോ? എന്നെ വിളിച്ചു. ഞാൻ ചേട്ടാ ഇവിടെ ഇരിച്ചേട്ടാ. കാലൊന്നിട്ട് ആട്ടിച്ചേട്ടാ. നല്ല രസല്ലേ? ഇനി പതുക്കെ എണീറ്റ് അവിടെ കേറി നിക്കണം. അയ്യോ, വിരിച്ചേട്ടൻ ഇങ്ങോട്ട്. ലക്ഷ്മി ഒന്ന് മാറി കൊടുക്കൂ. ഒന്ന് കേറി നിന്നിട്ടേ. ഇതിനു മുമ്പ് ഹൈറ്റ് ഫിയർ ഒന്നും ഇല്ല പുള്ളിക്ക്. ഇതിനു മുമ്പ് മുകളിൽ നിന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ? ഹെൽമെറ്റ് ആവശ്യം വരും. ദൈവമേ, ഇതിലെ പ്രതിമയില് 2 കാക്കകളുടെ അടുത്ത് തോളിലിരുത്തിയ സുഖിച്ചേട്ടൻ വെക്കുമ്പോ ഹെൽമെറ്റിന്റെ ആവശ്യമില്ല. മാറ്റിക്കോളൂ കേട്ടോ. നല്ല ഹെൽമെറ്റ് പോലെ ഇരിക്കണേ. എന്നോട് വയർ ഇച്ചിരി പിടി, അല്ലെങ്കിൽ ബട്ടൺസ് ഒന്ന് എന്റെ നെറ്റിലടിച്ച് ഞാൻ മരിക്കും. ഇതറിഞ്ഞാണ് ഞാൻ ആടിനെ കൊണ്ടുവന്ന് കുറച്ച് പുല്ല് തീറ്റിച്ച. വായിക്കണോ? വേണ്ടേ ചാടല്ലേ നമുക്ക്? ചാടാം. ടെൻഷനൊക്കെ മാറി. പണ്ട് ഹൈറ്റ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്ന ആളാ. നമ്മൾ ചാടും. ഓക്കെ, എന്നാ ചാട്. അടുത്തിട്ട് റെഡി. അപ്പുറത്ത് പ്രാക്ടീസ് ചെയ്തോളൂ. ഒന്ന് കൈയടിച്ചെടുക്കണേ. അതെ, തിരിച്ചിട്ട് ഇങ്ങനെ ചാടണേ. ശരിക്കും ശ്രീനിവാസൻ ചാടുന്ന പോലെ തോന്നി. എന്തെങ്കിലും പ്രവചനങ്ങളൊക്കെ ഇപ്പൊ മനസ്സിൽ വരുന്നുണ്ടോ? ജീവനിൽ പേടിയുള്ളവര് വീട്ടിലേക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ളവരാരെങ്കിലും ഉണ്ട് ഇതിനകത്ത് കയറരുത്. ഇപ്പൊ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാണല്ലേ. എന്നങ്ങോട്ട് തിരിച്ചു വരൂ. സൂപ്പർ. ശരി, അപ്പൊ ഈ ഗെയിം ഇത്ര സിമ്പിൾ ആണെന്ന് മനസ്സിലായല്ലോ. അതല്ല, ഇത് ചാടിയത് നന്നായി. എന്തെറ്റി? ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ എന്നെ പെണ്ണുമ്പിള്ള കളിയാക്കി കൊന്നേനെ. ഈ പിള്ളേരൊക്കെ ചാടി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ഞാൻ ചാടിയില്ലെങ്കിലേ അത് ഭയങ്കര പ്രശ്നം. അത് ഇനി ചിലപ്പോ ഒരെണ്ണം ചാടിയിട്ട് പെണ്ണുമ്പിള്ള കളിയാക്കിയാലോ? മൊത്തത്തിലും ചാടി വെക്കാലോ? വേണ്ട, എന്താ ബഹുമാനം കൂടിയിട്ടേ എനിക്ക് വീട്ടിൽ കയറാൻ പാടില്ലാത്ത രീതിയിലായി പോയാലോ. ഓക്കെ, അപ്പൊ ഭാര്യയുടെ ബഹുമാനം ദാഹിച്ചിട്ട് നമ്മളെ ശ്രദ്ധിച്ചേട്ടനോ? എനിക്കറിയായിരുന്നു. ഓക്കെ, റെഡി ആയിട്ടിരിക്കണേ. അപ്പഴേ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, അതായത് ശ്രീനിവാസൻ ചാടുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞില്ലേ? ജസ്റ്റ് പുള്ളി ഭയങ്കര പൊക്കത്ത് നിൽക്കുകയാണ്, പുള്ളി ചാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? അമ്മാമയെ കിടിലം കൊളുക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയെടുക്കുക, ആ കോഴിയുടെ പരിപ്പിളയെ കാണും രാധേ ഓർഡർ നിൽക്കൂ, രാധേ കൈയടിക്കാൻ പറയണായിരിക്കും. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പഴേ വേഗം ഓടി വന്നിട്ട് ജഗദീഷ് കാണിക്കും. ആദ്യം ഞാൻ വേഗം ഇവിടെ നിന്ന് അവിടം വരെ ഒന്ന് ചെല്ലട്ടെ. ഇതെന്താ മതിലു ചേട്ടായിരുന്നു? ഞാൻ അവിടെ
അവിടുന്ന് ഇവിടം വരെ വരുമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ ചാടി വരാനാ പറഞ്ഞേ. ഞാൻ അവിടുന്ന് ചാടിച്ചാടിയാ വന്നേ. എന്റെ തെറ്റായിരുന്നു, സോറി. ഞാൻ ചാടിയല്ലേ വന്നേ, എന്നാ നല്ലൊരു കൈ അടിച്ചേ. ഇനി ചാടണ്ടോ? അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടോ? അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടോ? മാറി മാറി മാറി. ആ, അപ്പൊ ചാടി ഓടി ഇപ്പൊ എന്നെ പ്ലിങ്ങാക്കി. ഇനി അങ്ങനെ വെറുതെ വിടില്ല, ഇനി സ്റ്റാറിനെ കാണിക്കണം. ചാർന്ന് ഉദ്ദേശിക്കുന്നത് ജഗദീഷാണാ? ആ, ജഗദീഷൊക്കെ സ്ഥിരം ചെയ്ത് ഇവിടെ ഈ ഫ്ലോറിന്റെ അടിയിൽ പോയത്. അപ്പൊ പിന്നെ വേറെ ഇത് കാണിക്കും. അതുപോലെ ചാടുന്ന വേറൊരാളുണ്ട്. ആ. പുള്ളിയുടെ സൗണ്ട് ഞാൻ ചെയ്തു തരാം. ഓക്കെ. ചേട്ടാ, ആരാ? സുരേഷ് ഗോപി. ഫിഗർ നോക്കരുത്, സൗണ്ട് മാത്രം. ശരി ശരി, നോക്കാം. ആ, സ്വന്തം ഒന്ന് പറയാൻ എന്തുണ്ടായിരുന്നു തനിക്ക്? കാൽക്കാശിന് പോലും ഗതിയില്ലാത്ത നിന്നെ ജാക്കി എന്ന പേര് പറയട്ടെ ഞാനാ. എന്നിട്ട് ഇന്ന് ഞാൻ വെറും ഒരു തെണ്ടി. ശിക്ഷാവിധി കാത്തു കഴിയുന്ന ഒരു പോലീസുകാരന്റെ നിർബന്ധിത ഒഴിവ് കാലം അവൻ എത്ര വേണമെങ്കിലും കുടിക്കാം. ഇത് ചോദിക്കാൻ നീ ആരാ? നിനക്കെന്താ എന്നോട് പ്രണയ? എനിക്ക് സുരേഷ് ഗോപി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ശരിക്കും ചാട്ടത്തെക്കാളും നന്നായത് ഇതാണ് കേട്ടോ. നേരത്തെ ബിൽഡപ്പ് ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ചീറ്റി പോകുന്നു, പക്ഷേ തകർത്തളഞ്ഞു കേട്ടോ. താങ്ക് യു താങ്ക് യു. അപ്പൊ പോയിക്കോട്ടെ. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇതിൽ നമ്മൾ ഇനി ഗെയിമിലേക്ക് കിടക്കാൻ പോവാണ്. ഗെയിമിന്റെ പേരാണ് തത്തകം പിത്തകം. ശരി, അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ ആദ്യം കളിക്കാൻ പോണ ടീം ആരുടെ ടീമാണ്? നോബിച്ചേട്ടന്റെ ടീം. ഓക്കെ, അപ്പൊ നോബിച്ചേട്ടന്റെ ടീം മെമ്പേഴ്സ് ഓരോ പേര് ഈ തത്തമ്മക്കുട്ടിയെ പിടിച്ചിട്ട് ലൈനപ്പ് ചെയ്ത് നിന്നോളൂ. ആൻഡ് ഓപ്പോസിറ്റ് ടീം മെമ്പേഴ്സ് ആയിരിക്കും ഈ ജിംബോൾ വെച്ചിട്ട് അവരെ ഇടിച്ചു വീഴ്ത്താൻ പോണേ. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. ആക്ച്വലി എന്താ ഉണ്ടായത്? അതായത് നെൽസൺ ചേട്ടന്റെ ബോളാണോ പ്രശ്നം? എന്താ ഉണ്ടായേ? എനിക്ക് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ശരിക്കും ഇവിടെ കാല് വെച്ചപ്പോ അത് ഭയങ്കരമായിട്ട് സ്ലിപ്പി ആയിട്ട് ഫീൽ ചെയ്തു അല്ലെ? ഭയങ്കര സ്ലിപ്പറി. എന്നിട്ട് താഴെ പോയി ഇവിടെ തലകുത്തി വീണോന്നുള്ളത് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. കണ്ടു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഞാൻ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ ഇപ്പൊ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. കളിക്കണോ ഇനി? ആ, വേണ്ട, എന്തായാലും ഫസ്റ്റ് പോകണ്ട ഇനി കേട്ടോ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. കം ഓൺ. ഓക്കെ, അപ്പൊ ഇതിലും വീണ സ്ഥിതിക്ക് ഐഷു പറഞ്ഞ എനിക്ക് ഒരു ചാലഞ്ച് ആക്കി ഏറ്റെടുക്കണം. ഞാൻ തന്നെ ഫസ്റ്റ് പോവാന്നാണ് പറയുന്നത്. ഐഷുന്റെ ആ ഒരു സ്പിരിറ്റിന് ഒരു വലിയ കൈഡ് കൊടുക്കണം നമ്മളെല്ലാവരും, ഓഡിയൻസ്. യെസ്, അപ്പൊ ഇതിലും ഈ ഒരു ഗെയിം നമ്മൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വിത്ത് ഐഷു. ആൻഡ് യുവർ കൗണ്ട് ഓൺ പ്ലീസ്. 3, 2, 1. Let's play. Cool. Be cool. All the best. Yes, very good, very good. പതുക്കെ മതി. Yes. Very good. Super. Wow. Super. അടിപൊളി. Come on. 1 point ഐഷു നേടിക്കൊടുത്തിരിക്കുകയാണ്. Ready? Come on. അയ്യോ, already start കഴിഞ്ഞു. കിട്ടി. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിടും. പറ്റും. ടെൻഷൻ അടിക്കണ്ട. ലക്ഷ്മി ചേച്ചി പിന്മാറിയിരിക്കുകയാണ്. തോറ്റു തൊപ്പിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഐഷു, യു ക്യാൻ. കം ഓൺ. വെരി ഗുഡ് ഐഷു. സൂക്ഷിച്ച് നിൽക്കുമ്പോ മാത്രം എറിയാ, ചാടും എറിയരുത്. വെരി ഗുഡ്. Very good, 3 points. Very good, Nidhi. പലയിടത്ത് നാക്കിൽ
ചാടിക്കോ അതെ Very good, ready? പോ വാ സൂപ്പർ Oh, ജസീല. ആ ചാടിക്കോ Total 6 points. Very good. Super. നോബിച്ചേട്ടന്റെ ടീം ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഐഷ വന്ന് വെല്ലുവിളിച്ചോണ്ടിരിക്കുക. Super. അടിപൊളി. Total they've got 7 points. അങ്ങനെ തത്തകപ്പിത്തകല്ലേ ഒരു ബഡിനെ സേവ് ചെയ്യുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. സിൻസിയർ ആയിട്ട് കളിച്ച് ജയിച്ചു എന്നിപ്പോ പറയാൻ പറ്റില്ല. എന്നാലും ദേ ആർ വിന്നേഴ്സ് എന്ന് വേണം പറയാനായിട്ട്. ടോട്ടൽ 7 പോയിന്റ്സ് ആണ് ഇവർ സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓപ്പോസിറ്റ് ടീം അതായത് നോബിച്ചേട്ടന്റെ ടീം ടോട്ടൽ 7 പോയിന്റ്സ് ആണെങ്കിൽ ഈ തത്തകപ്പിത്തകം എന്ന് പറഞ്ഞ ഗെയിമില് നമ്മുടെ നെൽസന്റെ ടീം എത്ര പോയിന്റ്സ് ആയിരിക്കും? നമ്മളിതാ നമ്മുടെ പ്രീതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Come on, Preeta, come on. സുനിച്ചേട്ടാ, ചാടിക്കോ പ്രീത. ചാട്, ഈ ഗ്യാപ്പിൽ ചാട്. ചാടി പേരിട്ടില്ല ചാടിക്കോ. ചാടിക്കോ. താങ്ക് യു come on, Preeta, come on. ചാടിക്കോ. Very good, good point. അടുത്തത് ജസീല തോൽപ്പിക്കാനാവില്ല നോബിച്ചേട്ടന്റെ ടീമേ എന്ന് പറഞ്ഞിട്ടാണ് ജസീല അവരുടെ സിമ്പിൾ. ഇവിടെ ജസീലാണോ ഇങ്ങോട്ട് തട്ടണത്, നിങ്ങളാണോ അങ്ങോട്ട്? ഐശ്വര്യ ഇവിടെ ജസീലയാണോ നോബിച്ചേട്ടനാണോ ഇവിടെ? Very good, super. Super, ജസീല, well played. അടിപൊളി. അനു, yes. ആശ്ചര്യ മത്സരം. അനു എത്തിച്ചിട്ട്. അനു പറയാ, ചേട്ടാ ഞാനൊന്ന് ചാടിക്കോടെ എന്നിട്ട് എറിഞ്ഞാ മതിയെന്ന്. ധൈര്യമായിട്ട് അനു, come on. ഞാൻ ഈ മണത്ത് നോക്കുവാണോ? തത്തമ്മേനെ തിന്നരുതേ. അത് തന്നെ അനു സമയം പോയിക്കൊണ്ടിരിക്കുക. ചാടറേ. അനു സമയം കൊണ്ടേ അനുവിന് പറ്റും. Come on, പറ്റി. ചാടി. അനു concentrate. ചാട് ഇതിന് വേണ്ടിയിട്ടാണ്. Again, Preetha's here. Very good, super. കുരുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രീത, ചാടിക്കോളൂ. Yes, very good. ചാടിക്കോ. അവിടെ ആരുമില്ല. ചാടി ഇനി ചാടിക്കോ. നോബിച്ചേട്ടൻ പുറത്തേക്കാക്കല്ലേ? ചാടിക്കോ. ചാട്, പ്രീത, ചാട്. Very good, super. അവര് കെട്ടിത്തീർക്കുന്ന സമയത്ത് വേഗം ചാട്. അനു ചാട്. അവര് കെട്ടിത്തീർക്കാം. വേഗം ചാടിക്കോ, വേഗം. ദാ ഇവിടെ ചാടിക്കോ. It's good time. വേഗം. അനു വേഗം ചാടിക്കോ. Good time. ഇപ്പൊ ചാടിയാ ഒന്നും വീഴില്ല. വേഗം. കിടക്കോ. ചാടിയതാ. Super. അനു ചാട്.
7 പോയിന്റ്സ് ആണെങ്കിൽ ഇവർക്ക് ടോട്ടൽ 4 പോയിന്റ്സ് ആണ് കിട്ടിയത്. അനു, വാ. അവിടെ എന്നിട്ട് അലറുന്നുണ്ടായിരുന്നല്ലോ മൈക്കിൽ കൂടെ മുഖത്ത് നോക്കി. അനുവിന്റെ ചോര ഏറ്റവും ഇഷ്ടമുള്ള ആരെന്ന് വെച്ചാൽ ഇപ്പോഴോട് പറയും സുധിയേട്ടനല്ലേടി. ഇപ്പൊ ആ വിളിക്കാനുള്ള ചീത്തയൊക്കെ പൊളിച്ചോ. ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. എന്ത് മനുഷ്യനാണ്. ഞാൻ ഇവിടെ നിന്ന് ഇവിടെ ചാടുമായിരുന്നു. ഈ സ്വിച്ച് അടിച്ചോണ്ടേ ഇരിക്കുവാണ്. മനുഷ്യൻ. ഈ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ചാടാൻ കാലെത്തുന്നില്ല. എത്തണില്ല അത്. അതാണ് പ്രശ്നം. അടുത്ത പോലെ വീട്ടിൽ നിന്ന് ഓരോ ഗെയിം കൊണ്ടുവന്നാൽ മതി, അപ്പൊ നമുക്ക് സുഖമായിട്ട് കളിക്കാനോ. ശരിക്കും ടമാർപടാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേബി അല്ലേ, ആദ്യത്തെ കുട്ടി. ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല ശരിക്കും നമ്മുടെ ടമാർപടാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് ഓൾ കേരള ലെവലിൽ ടമാർപടാർ ഫാൻസ് എന്ന് പറഞ്ഞ ഒരുപാട് ഫാൻസ് അസോസിയേഷൻസ് ഉണ്ടായി. ഒരുപാട് കേരളം മാത്രമല്ല പുറത്താണെങ്കിലും ഒരുപാട് ഫാൻസ് ഉണ്ടായി. അതിനുശേഷം നമ്മളിതാ ഇപ്പൊ സ്റ്റാർ മാജിക്കിലേക്ക് വന്നപ്പോൾ ശരിക്കും ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ സ്റ്റാർ മാജിക്കിന് ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാണ് ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടമാർപടാർ ഫാൻസ് നമുക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. അതും ഇവിടെ നിന്നൊന്നല്ല, UK നിന്നാണ് സ്റ്റാർ മാജിക്കിലേക്ക് നമ്മുടെ ടമാർപടാർ ഫാൻസ് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്. അതും ഷിപ്പ് ത്രൂ ആണ് ഈ ഒരു ഗിഫ്റ്റ്, ഈ ഒരു കൊറിയർ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് സംഗതി എന്നുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ? ഒന്ന് കൊണ്ടുവരുമോ? എന്തായാലും ഇത് കൊടുത്തുവിട്ടിട്ടുള്ള ആൾക്കൊരു ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. ഭയങ്കര സന്തോഷമായില്ല. എന്തൊരു വലിയൊരു ഗിഫ്റ്റാ. എല്ലാവർക്കും ഉണ്ട്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും എന്താന്ന്? ടീഷർട്ട് ആയിരിക്കും. ടീഷർട്ട് ചോക്ലേറ്റ്സ് പെർഫ്യൂംസ് ആണോ? അല്ല, എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ആ ടമാർപടാറിന്റെ പേര് എഴുതിയ ടീഷർട്ട്. ഫോട്ടോ ഐഷുവിന്റെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇത്രയും വലിയൊരു ഫ്രെയിം ആയിരിക്കാം, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ വരച്ച് വരുമ്പോ ചിലപ്പോ ഇത്ര അങ്ങനല്ല, കപ്പൽ കയറ്റി വിട്ടെങ്കിൽ ചിലപ്പോ ഇലക്ട്രോണിക് സാധനമായിരിക്കും. അങ്ങനെ ഫോൺ എല്ലാം. ഓക്കെ, ശരി, ഓക്കെ. കൊല്ല സ്തുതിക്ക് ആരെങ്കിലും കൊടുത്തിട്ട് വാഷിംഗ് മെഷീൻ. ഓക്കെ, ഇനിയിപ്പോ ഇതിന് ഗിഫ്റ്റ് എടുക്കുമ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമുക്കിത് അൺറാപ്പ് ചെയ്യാം. കമാൺ. എല്ലാം ഞങ്ങളെല്ലാവരും ഉണ്ടോ? കൈയിട്ട് വാരിക്കൊണ്ട് ഓടിയ ഇടിക്കും. ഞാൻ സുഹൃത്തുക്കളാണെന്ന് നോക്കൂല കേട്ടോ. ഓപ്പൺ ചെയ്യൂ. പതുക്കെ ഇത്ര സ്നേഹത്തിലൊക്കെ. ഞങ്ങത്തിലെ UK വന്ന സാധനമാണ്. ഇവിടെ ഫ്രണ്ട് വിളിക്കും. വാഷിംഗ് മെഷീൻ അല്ലടാ, ചക്ക ചക്ക. അത് ഞങ്ങൾക്ക് തിന്നു. ഞാൻ ഒരു മനുഷ്യൻ എന്നെ അടുത്ത് മിണ്ടരുത്, ഒരു മനുഷ്യൻ. ഇത് നമ്മളെ കൊണ്ട് കളഞ്ഞല്ലേ, ഇതാരും ഉള്ളിലിരുന്ന് കാര്യം പറയണ്ട, വാഷിംഗ് മെഷീനിൽ നിന്ന് ഇറങ്ങി വരും. നിങ്ങൾ കണ്ടില്ല, കയ്യടിക്കടാ. ഇതെടുക്കരുത്, ഇത് നമ്മളെ സ്പെഷ്യൽ സംഭവമാണ്. ഒരു മനുഷ്യൻ എന്റെ അടുത്ത് മിണ്ടരുത്. ഇത് പൗഡർ ടിന്നിൽ വെള്ളം നിറച്ചിട്ട് നമ്മളെ പറ്റിയ ഓരും വെള്ളം. അപ്പൊ പുള്ളി വിസ്കി എന്ന് പറഞ്ഞ് നെൽസാനം പിടിച്ചു വാങ്ങിച്ചു കുടിക്കും. അതുകൊണ്ടാണ് ഇത്. ഹലോ സുഹൃത്തെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ മനഃപൂർവ്വം ഞാൻ വലിഞ്ഞ് കയറി വന്നതല്ല. പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. ഞാൻ ഗുരുവായൂർ കല്യാണത്തിന് പോയിട്ട് വന്ന സമയത്ത് ഇവിടെ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിഞ്ഞിട്ട് വന്നതാ. ഈ കൊല്ലത്തിൽ നീ കല്യാണത്തിന് പോയിട്ടുണ്ട്, ആ കല്യാണം മുടങ്ങിയിട്ടാണ്. ഞാനും ഈ ടമാർപടാറിൽ ഞാൻ വെൽസിയം തന്നെയാണ്. ആ പരിപാടി കഴിഞ്ഞ് നിങ്ങൾ സ്റ്റാർ മാജിക് തുടങ്ങിയിട്ട് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞ ലക്ഷ്മി, നീ പറഞ്ഞ ലക്ഷ്മി, നീ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ അവര് പറഞ്ഞു നിന്നെ മാറ്റി. നീ പറഞ്ഞോ സുധി, നിന്നെ മാറ്റി എന്ന് പറഞ്ഞ പിന്നെ നിന്നെ പറഞ്ഞ വയറാണ് നീ പറഞ്ഞ മാറ്റിട്ടല്ലടാ എന്നെ എടുത്തത്. പിന്നെ ഞാനെങ്ങനെ പറയും? അപ്പൊ പെര കത്തിച്ച അളിയ ബീഡി കത്തിക്കാനുള്ള പരിപാടിയല്ല. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് കൂളിംഗ് ഗ്ലാസ് ചേരുന്ന മണീനീച്ചയുടെ മുഖത്ത് അത് നോക്കിയാ. അല്ല, എനിക്കതല്ല, പാന്റാണ്. അതെ, ഏറ്റവും ചേർന്ന മാർഗംകളിയും കളിക്കാം. പരിപാടി കാണാറുണ്ട്. ചേച്ചി ഒരു പാട്ട് പാടിയായിരുന്നു, നന്നായിട്ടുണ്ട്. നീ ഇവിടെ നമിക്കാനുള്ളു. അന്ന് എന്റെ അമ്മ കിടപ്പിലായതാണ്. എന്റെ അമ്മയുടെ പിന്നെ ഇവിടെ ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാർ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
ഇവള് ഷൂട്ടിന് ഇറങ്ങുന്ന സമയത്ത് തങ്കച്ചേട്ട തമ്പാനൂര് നിൽക്കോ, ഞാനും എന്റെ അമ്മയും കൂടെ വരുന്നു, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണേ. എന്നിട്ട് ആലപ്പുഴ വന്ന് അവിടെ കടയിൽ കയറി തലക്കറി, മീൻകറി, ഇറച്ചി, ബീഫ് ഇതെല്ലാം എന്റെ ചെലവ് കഴിച്ചിട്ട് സ്റ്റാർ മാജിക്കിന്റെ പരിപാടി വന്നിട്ട് നമ്മൾ മിണ്ടിയിലെന്ന് എന്റെ വീട്ടിന്റെ 3 കിലോമീറ്റർ അപ്പുറത്തായ അവളെ വീട്. എവിടെ ഇത് തങ്കച്ചേട്ടാ നിങ്ങളെ വിളിച്ച എന്ന് ഒരു വാക്ക് ചോദിക്കട്ടെ. അപ്പൊ കുഴിക്കുന്നതല്ലേ അവളെ പരിപാടി? അതൊന്നും നീ എന്തിനാ മദ്യപിച്ചത്? സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോൺ. എപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു? എപ്പോഴും വിളിച്ചാൽ അറിഞ്ഞിട്ട് എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആയിരുന്നത്? ഞാൻ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആവും. നീ എപ്പോ വിളിച്ച്? നിനക്ക് വിളിക്കാൻ സമയം കിട്ടണ്ടേ? നിനക്ക് ചാറ്റാനല്ലേ സമയമുള്ളൂ? ചേട്ടാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചപ്പോ വിളിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അല്ല തങ്കച്ചേട്ടൻ കാര്യം തങ്കച്ചേട്ടാ എന്നെ പറക്കിയിട്ടൊന്നും കാര്യമില്ല. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫോർമാറ്റ് പ്രകാരം നമ്മൾ സ്റ്റാർസിനെ മാത്രമാണ് ഈ ഷോയിൽ എടുക്കുള്ളൂ. ഹലോ സുഹൃത്തെ, ആ. മത്സ്യകന്യകയെ ഞാൻ ചോദിക്കട്ടെ, എന്റെ സ്റ്റാറിനും സ്റ്റാർ വാലിക്ക് എന്താ കുഴപ്പം? അല്ല. എന്നെ വിളിക്കാൻ നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയ കാര്യം ഒന്നതാണ്. എന്നെ എന്തിനും നിങ്ങൾ ഒഴിവാക്കി? വാട്ട് ഈസ് ഇറ്റ് അവോയ്ഡിങ്? ചേട്ടാ ഞങ്ങൾ പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ഐ ഫീൽ ദ അവോയ്ഡിങ്. എനിക്ക് അതറിയണം. ഐ മീൻ ദാറ്റ് ഈസ് സ്വീഡിഷ് ആർട്ട് ഓഫ് ദ മദ്യപാനം. എനിക്കിത് അതറിയണം. എനിക്ക് ഇത് ഇപ്പോഴും അറിയണം. അനൂപ് ജോൺ സാർ അതിന്റെ മറുപടി എനിക്ക് തരണം. അല്ലെങ്കിൽ ഞാൻ വിഷമടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകും. അതിന് മേളിലേക്ക് നോക്കി എന്തിനാ? കണ്ടോ പറഞ്ഞല്ലേ, അത് തൂങ്ങിച്ചാവുന്നല്ലേ? സോറി, ഞാൻ വിഷമടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകും. പറഞ്ഞു തിരക്ക്. ഞങ്ങൾ ചോദിച്ചപ്പോ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റാർ വാല്യൂ ഉള്ള സ്റ്റാർസിനെയാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കണേ. ഈ നമ്മളെ ഡമാർപടാന്റെ പഴയ സെറ്റ് പൊളിച്ച് തമിഴ്നാട്ടിൽ കയറ്റി വിട്ടു സെക്കൻഡ് ഹാൻഡ് വിലക്ക്. അതിന്റെ കൂടെ നിന്നെ കൂടെ കൊടുത്ത് താകർകോവിലെത്തിയപ്പോ നീ എങ്ങനെ ചാടിയാലോ? പൊളിച്ച് ഉള്ളി നീ പുറത്ത് ചാടി. എന്നെ കച്ചവടം ചെയ്താൽ ഈ ഇരിക്കുന്ന എന്റെ ഫാൻസുകാർ സമ്മതിക്കില്ല. നിങ്ങൾ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാറിന്റെ കാര്യം ഇപ്പൊ ഫാൻസ് ആണെന്നറിയോ? സുധിച്ചേട്ടൻ, ജഗദീഷിനാണെങ്കിലും അതുപോലെ തന്നെ കറക്റ്റ് ആക്കാം. പക്ഷെ ഈ സ്റ്റാർ കാണുന്നുണ്ടെങ്കിൽ ചുറ്റും ഒരു 25 സ്റ്റാർ കത്തിച്ചു വെക്കണമല്ലോ, എന്നല്ലേ ഈ സ്റ്റാർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 4 കാലിലുള്ള ഈ ആഗമന ഉദ്ദേശം എന്താണാവോ? 4 കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാക്കണം. എന്ത് പ്രശ്നം? എന്റെ പല്ല് പോയാലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നം ഉണ്ടാക്കണം. അല്ല എനിക്ക് പ്രശ്നം ഉണ്ടാക്കി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ എന്നെ അറിയാതെ നിങ്ങൾക്ക് എന്നെ അറിയില്ലടേ. ഞാനിവിടെ എന്തെല്ലാം സംഭവം ചെയ്തടേ. ഞാനിവിടെ എന്തെല്ലാം സംഭവം ചെയ്തിട്ട് എന്നെ വീട്ടിൽ ഇരുത്തിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്ത് നിങ്ങളിവിടെ ഷോ തുടങ്ങിയത്. ഞാൻ ഷോ കണ്ടപ്പോ എനിക്ക് നീ ഇല്ലാത്ത എപ്പിസോഡാണ് റേറ്റിംഗ് കൂടുതൽ. എന്നാലും അക്ക ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ല. അക്ക ഈ നാഗവല്ലിയെ പോലെ നിൽക്കുന്നതല്ലാതെ അക്കൻ എന്റെ അടുത്ത് ഒരു വാക്ക് എന്റെ മൈനീരെ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അറിഞ്ഞിട്ട് ഞാൻ ഈ ഷോക്ക് ഞാനിവിടെ വരുമായിരുന്നു. അപ്പൊ സംഭവം എന്താണ്? എന്നെ ഇതിനകത്ത് ഇപ്പൊ എന്താ നിങ്ങളെ തീരുമാനം? ഫൈനൽ കണ്ടിന്യൂസ് എടുക്കാന്നാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തങ്കച്ചനെ തീരുമാനം പ്ലീസ് ടെൽ മീ. അല്ല എടുത്തില്ലെങ്കിൽ തിരിച്ചങ്ങ് പോവാല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. പറ്റാത്തോണ്ടാണോ ഈ കയറിയിരിക്കണേ? നിൽക്കാൻ പറ്റാത്തോണ്ടല്ല. അപ്പൊ തീരുമാനം അറിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് എനിക്ക് പെരുമാറാമല്ലോ. അതിൽ തന്നെ കയറി പോവാല്ലോ. ഒന്ന് അടിയിലിപ്പോ തീയം കൊളുത്താനോ ഉഗ്രന ഒരു തങ്കച്ചൻ കേക്ക് തിന്നാ. എന്നെ ഇതിനകത്ത് നിർത്തണോ നിർത്തണ്ടേ എന്നുള്ളത് അവിടെ തീരുമാനിക്കും. ദ്രോഹികളെ, ഞാൻ നിങ്ങളടുത്ത് കൈയടിണ്ടെന്ന് പറഞ്ഞാൽ കൈയടിക്കാനല്ല, എന്നെ ഇവിടെ നിർത്തണോ നിർത്തണ്ടെന്ന് നിങ്ങളെ കൈയടിയിലൂടെ കാണിച്ചോളൂ. ഒരു മിനിറ്റ് ഓഡിയൻസ് ഒരു സ്റ്റാറിനെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവര് കൈയടിക്കും. സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് സ്റ്റാറിനെ കാണിച്ചാലേ അവർ ഇംപ്രസ്ഡ് ആവുള്ളൂ. അവർ ഇംപ്രസ്ഡ് ആയാലേ കൈയടിക്കാൻ പറ്റുള്ളൂ. കൈയടിച്ചാലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും കൂടെ തീരുമാനിച്ചുള്ള പരിപാടിയാണ് അല്ലേ? സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് ഒരു സ്റ്റാറിനെ കാണിച്ചിട്ട് ഓഡിയൻസ് ഇംപ്രസ്ഡ് ആയിട്ട് കൈയടിച്ചാൽ മാത്രം സ്റ്റാർ മാജിക്കിന്റെ ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യട്ടെ? സ്റ്റാറിനെ കാണിക്കണം. ഇവിടെ ജഗദീഷൊക്കെ കാണിച്ച് ഭയങ്കര സെലിബ്രിറ്റി ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർ ആയി പോലെ. അപ്പൊ ഒരു കാര്യം ജയന്റെ പാട്ടിന്റെ ഏതെങ്കിലും സ്റ്റാർ പറ. അല്ല ആ സ്റ്റാർ പറയുന്നത് ഞാൻ വേണമെങ്കിൽ ജയൻ സാറിന്റെ ആക്ഷൻ വേണം കാണിക്കാം. അപ്പൊ ക്ലാസ് കൊണ്ടല്ലോ നമ്മളെ ഫിഗറും അതുപോലെ ഇരിക്കുന്നുണ്ടേ, ഞാൻ അതുപോലെ കാണിച്ചാൽ ആ പാട്ട് ദയവ് ചെയ്ത് പ്ലീസ് ആ സോങ് ഒന്ന് ഇടൂ. ഞാൻ ആ ഫിഗർ എനിക്ക് ചെയ്യാൻ ഞാൻ മുട്ടി നിൽക്കുക. തീരം തേടും ചിറയുടെ പാട്ടിൽ പ്രേമം പൊക്കും മുകളിൽ കാമമുറക്കമുണർന്നു വിലാസമായി നർത്തനം
തീരം തേടും തിരയുടെ പാട്ടി താളയത്തിലുണർന്നു വരാലകയായി ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ വേട്ടി കാമമുറക്കമുണർന്നു രാത്രിയായി ഈ ജയനെ കഴിച്ചു കഴിഞ്ഞാല് ഇവിടെ നിന്നല്ല ഒരു മാട്ട പരിപാടിക്ക് പോലെ. അതെ 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 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതായത് മെയ് വഴക്കമുള്ള അതായത് ആ ഫിഗറും ആ ഗ്ലാമറിനകത്ത് നിൽക്കുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ജെയിൻ മാത്രം. പിന്നെ രജനി സാർ ഞാൻ അങ്ങനെ അഡീഷണൽ ആയിട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്നിട്ട് അങ്ങ് ചെയ്തത് അത് ചുമ്മാ ഒരു സൈഡ്. ഇത് കണക്കായിരുന്നു. അതെ അതെ അത് ജെയിൻ സാർ ചെയ്തതിന് രജനി സാർ ചെയ്ത ബോണസ് ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആദ്യം കള്ളുപിടിച്ചിട്ടായിരുന്നല്ലോ വന്നിരുന്നേ. പക്കെന്ന് പറഞ്ഞാൽ അതാ ആദ്യം കള്ളുകുടിയായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. ആ അത് സംഭവം അറിയോ അത് മനസ്സിലായില്ലേ? കള്ളുകുടിയാനാകുമ്പോൾ നമുക്ക് എന്ത് തോന്നിയ സംഭവം കള്ളുകുടിയുടെ മണ്ടയെ കൊണ്ടാക്കി അപ്പൊ നമുക്ക് indirect ആയിട്ട് ചീത്ത വിളിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പുള്ളി കുടിച്ചിട്ടല്ലേ എന്ന് പറയാം. അപ്പൊ എനിക്കിപ്പോ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പല്ലൂടെ കിടക്കില്ലേ. അപ്പൊ അതുകൊണ്ടല്ല കള്ളുകുടിയായിട്ട് പറഞ്ഞു. അപ്പൊ കള്ളുകുടിയാനാകുമ്പോൾ നമുക്ക് എന്ത് തോന്നിയ സംഭവം കണ്ടിട്ടില്ലേ കള്ളുകുടിയും പറയുന്നത്. അതുകൊണ്ട് എന്താ ഈ ജയന്റെ ഫിഗറിനകത്ത് മോരിന്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് കുടിച്ച കെട്ടിറങ്ങി അങ്ങ് പോയത്. അത് ശരി, ഓഡിയൻസ് എന്ത് പറയണു? അല്ലേ? സ്റ്റാർ മാജിക്കിലേക്ക് നമ്മുടെ തങ്കു ഇന്നാണോ ഔട്ടാണോ? എങ്ങനെ സ്റ്റാർ മാജിക്കിലേക്ക് തങ്കു ഇന്നാണോ ഔട്ടാണോ എന്ന് ഓഡിയൻസിന്റെ കൈയടിയിൽ നിന്നാണ് നമുക്കിനി മനസ്സിലാവുക. സൈഡ് വരാം. നമ്മുടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത് തങ്കച്ചൻ ചേട്ടൻ അങ്ങോട്ട് പോകാനുള്ള കൈഡിയാണോ ഇങ്ങോട്ട് വരാനുള്ള കൈഡിയാണോ? എന്നാ വന്ന കൈഡി പ്ലീസ്. അപ്പൊ എന്റെ ജെയിൻ സാറും എന്റെ രജനി സാറും ക്ഷമിക്കണം, ഒരു പാവപ്പെട്ടവനാണ്. അപ്പൊ തങ്കുച്ചേട്ടൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് സ്റ്റാർ മാജിക് അല്ലേ? പക്ഷെ ഉണ്ടല്ലോ ഈ കോപ്പറേറ്റീവ് വേഷമൊക്കെ മാറ്റി വന്നാലാണ് ഉള്ളിലേക്ക് നമ്മൾ ശരിക്കും ഇൻക്യൂ കാർഡ് കാണിക്കുള്ളൂ. ഇല്ലല്ല അതിപ്പോ പോയിട്ട് നല്ല ക്ലിയർ പാന്റ് മാറ്റണം, നല്ല ചേർച്ചയുണ്ട്. ഏതാണ് ഇത്? പാന്റ് അല്ല, ഇത് മെല്ലിലൊക്കെ അരി പൊടിക്കുമ്പോ. അപ്പൊ ഇനി മുതൽ സ്റ്റാർ മാജിക്കിന്റെ യാത്രയിൽ നമുക്ക് എല്ലാവർക്കും പൊളിക്കാൻ ഒരുമിച്ച് വെൽക്കം തങ്കച്ചൻ മിത്ര, നമ്മുടെ സ്വന്തം തങ്കു ടു സ്റ്റാർ മാജിക്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ഈ ഗെയിമിന്റെ പേരാണ് സ്നേക്ക് ആൻഡ് ആപ്പിൾ. അപ്പൊ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കുന്നുള്ളത് പറഞ്ഞുതരാം. നേരത്തെ പാമ്പായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നിട്ട് എല്ലാവരും പാമ്പും കുട്ടികളാവുക. അതായത് ഒരു ടീമിൽ നിന്ന് ഒരാളും മറ്റേ ടീമിൽ നിന്ന് ഒരാളും കൂടെ പാമ്പായിട്ട് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് മാറ്റിനപ്പുറത്തേക്ക് പോകരുത്. പോയി കഴിഞ്ഞ് നിങ്ങൾ ഔട്ട് ആവും. നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ് ഈ ഒരു മാറ്റ്. ആൻഡ് ഇവിടുന്ന് നിങ്ങൾ ആ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ നല്ല ഉപ്പിലിട്ട മാങ്ങ എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല തണുത്ത ഐസും കട്ടയിലും ഞങ്ങൾ കുറച്ച് ആപ്പിൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ തലയിട്ടിട്ട് കടിച്ച ആപ്പിൾ എടുക്കണം. ഏറ്റവും ആദ്യം ആപ്പിൾ എടുത്ത് ഇവിടെ വരുന്ന ആളായിരിക്കും വിൻ ചെയ്യാൻ പോണേ. അതല്ല ഓപ്പോസിറ്റ് ആള് ആപ്പിൾ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തടയുകയും ചെയ്യാം. ആൻഡ് അതായത് പിടിക്കാൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ അവർക്ക് ഈ മാറ്റിനപ്പുറത്തേക്ക് ഞാൻ ഔട്ടായി എന്ന് പറഞ്ഞാൽ സ്വയം മാറി ട്രാക്ക് മാറി ഇവിടെ വന്ന് നിൽക്കാം. അപ്പൊ ആദ്യം ഇടുന്ന ആപ്പിൾ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ്സ് ദി ഗെയിം. ഓക്കെ ഫൈൻ അല്ലേ? സ്നേക്ക് ആൻഡ് ആപ്പിൾ എന്ന് പറഞ്ഞ ഈ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ ഇതാ പിടിച്ചോളൂ. 2 1 ആഹാ ആയി പട്ടാളക്കാരാണോ? അയ്യോ, ഇത് കെട്ടിപ്പിടിച്ച് കളിയല്ല, ആപ്പിൾ വായിലെടുക്കണം.
ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. രണ്ടുപേരും ആപ്പിൾ പോലെ ഇരിക്കണോണ്ടേ അവര് കഴിക്കാൻ നോക്കുവാ. രണ്ടും കൂടെ അടിയായിരുന്നു. ഇവരിത്ര സ്നേഹാന്ന് പുറത്ത് കണ്ടാ നമ്മള് പറയില്ലല്ലോ. എനിക്കിത് കാണുമ്പോഴേ വാഷിംഗ് മെഷീനിന് ഉള്ളിൽ കിടക്കുന്ന തുണിയായിട്ടാ തോന്നണേ. അയ്യേ, എന്താ സമയം കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ഈ സമയത്ത് നാണിക്കരുത്.
പിന്നെ എടുക്കാം. നീ പിടിക്ക് അവളെ. ആ സൈഡിൽ കൂടെ, ആ സൈഡിൽ കൂടെ വേണം. ആ സൈഡിൽ പോരാ, വിടരുത്. പോയിന്റ് പോയാലും വേണ്ടില്ല. എന്റെ തങ്കച്ചന്റെ ചായനിത്രം കളയല്ലേ. നാക്കിനകത്ത് നക്കി നീട്ടി കൊടുക്കണം. നല്ല സ്പിരിറ്റ് ആയിരുന്നു. രണ്ടുപേരും ലാസ്റ്റ് മിനിറ്റിലാണ് ഒരു ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ച. ലക്ഷ്മിച്ച് 2 തവണ മുട്ടുകൊണ്ട് എണീറ്റിരുന്നു. അതുകൊണ്ടാണ് തങ്കച്ചൻ ചേട്ടൻ അത് ഓവർടേക്ക് ചെയ്തത്. അവിടെ ഒരാൾക്ക് കണ്ണ് കാണാൻ പറ്റാണ്ട് നിൽക്കട്ടോ. അയ്യോടാ, ഒരു കൈയുടെ കണ്ണ് കാണാൻ പാടാത്തതല്ല, അത് കണ്ണ് കാണാൻ പാടാത്തതല്ല. ഈ കഴിഞ്ഞു പോയത് ഇനിയും അവനെ ഓർക്കുന്നതാണ്. അനു വിടരുത്. അനു കേറി. അനു തിരിഞ്ഞു നോക്കാതെ പോട്ടെ. പുറത്തു പോയാ ഔട്ടാണ്. ഔട്ട് ഔട്ട് ഔട്ട്. നാളെയോ മറ്റന്നാളോ എഴുന്നേറ്റാ മതി. ക്ഷീണമൊക്കെ തീർത്ത്. അതിന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഉപദ്രവിക്കരുത്. അങ്ങോട്ട് മരടി. ആ പോട്ടെ പോട്ടെ. ഇതാണ് സ്റ്റാർ മാജിക്. ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കളി മാറാണ് പോലെ. ഇത് കണ്ടോ, ഒരു കൊട്ട ആപ്പിളാണ് നെൽസൺ ടീം കളക്ട് ചെയ്തിട്ടുള്ളത്. അനോബി ചേട്ടന്റെ ടീം. That means all total സ്നേക്ക് ആൻഡ് ആപ്പിൾ എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് നോബി ചേട്ടൻ ആൻഡ് ടീം. അല്ല, നെൽസൺ ചേട്ടൻ ആൻഡ് ടീം. അവിടെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വി സ്റ്റാറിന്റെ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർ പെർഫോമർ ആരാണെന്ന് ചോദിച്ചാൽ ഭയങ്കര കൺഫ്യൂഷനാണ് പറയാനായിട്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും സ്റ്റാർ പെർഫോമേഴ്സ് ആണ് എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് പക്ഷേ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ സ്റ്റാർ പെർഫോമർ നമ്മുടെ ജസീല. സോ ജസീലയ്ക്ക് വി സ്റ്റാറിന്റെ ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോണേ. സോ കൺഗ്രാറ്റുലേഷൻസ് ടു യു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് കിട്ടട്ടെ, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണം. അങ്ങനെ ജസീല ഇന്നത്തെ സ്റ്റാർ പെർഫോമർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷെ കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കുറെ കിടുക്കൻ ഗെയിംസുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ഈസ്റ്റേൺ സ്റ്റാർ മാജിക് പവർഡ് ബൈ വി സ്റ്റാർ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് അമൃത ബിന്ദു സേയിങ് ഗുഡ് നൈറ്റ്.